ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് പിസ്താഷ്യോ കേക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണേ. ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് കേട്ടോ. നെഹദാകുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നേ. അവൾ തലേക്കുന്ന ദിവസം രാത്രിയാണ് വിളിച്ചിട്ട് പറഞ്ഞത്, താത്ത പിന്നെ ഇനി മോളെ ബർത്ത്ഡേ ആണ്, പിറ്റേന്ന് ഒരു കേക്ക് ചെയ്ത് തരണേന്ന് പറഞ്ഞു. അപ്പോൾ ഏത് കേക്ക് എന്ന് ചോദിച്ചപ്പോൾ പിസ്താഷ്യോ കേക്ക് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ 6 ഇഞ്ച് പാനിലാണ് ചെയ്തത്. 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് 10 ഇഞ്ചിൻ്റെ ബേസിലാണ് കേക്ക് ചെയ്യുന്നത്. നമ്മൾ കേക്ക് ചെയ്തപ്പം തന്നെ അതിനകത്തോട്ട് പിസ്തയുടെ എസൻസ് 2 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫ്ലേവറും ഒരു ലൈറ്റ് പച്ച ഒരു കളറും കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ക്രീം, അതായത് ക്രം കോട്ടിനുള്ള ക്രീമിനകത്തോട്ട് കുറച്ച് പിസ്തയുടെ എസൻസ് ചേർത്ത് അത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് വൈറ്റ് ഗനാഷ് ഉണ്ടാക്കി അതിലോട്ടും പിസ്തയുടെ എസൻസ് ഒഴിച്ചേ. അതിനുശേഷം നമ്മുടെ സ്പെഷ്യൽ സിറപ്പിനകത്തോട്ട് നമ്മുടെ എസൻസ് ഒഴിച്ച് ആ ഒരു സിറപ്പാണ് നമ്മൾ കൊടുത്തിട്ട്. അപ്പോൾ എല്ലാവരും എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്, വീഡിയോ കണ്ടിട്ട് വീഡിയോയിലല്ല അല്ലാതെ വാട്സപ്പിലല്ലാതെയൊക്കെ വന്നിട്ട് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നത്, ഈ സ്പെഷ്യൽ സിറപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് കേട്ടോ. അപ്പം ഞാൻ കേക്കിന് എപ്പോഴും സിറപ്പായിട്ട് കൊടുക്കുന്നത് പാലും പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു സിറപ്പാണ് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ നോർമലി എല്ലാവരും കൊടുക്കുന്നതെന്ന് വെച്ചാൽ പഞ്ചസാരയും വെള്ളവും കൂടെ വെച്ച് തിളപ്പിച്ചിട്ട് ആ ഒരു ഷുഗർ സിറപ്പാണ് കൊടുക്കുന്നത്. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെയാണ് കൊടുക്കാറ്. അതുകൊണ്ടിട്ടാണ് ഞാൻ എപ്പോഴും അതങ്ങനെ സ്പെഷ്യൽ സിറപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് എൻ്റെ സിറപ്പ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് ഫില്ലിങ്സ് ഒക്കെ കൊടുത്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം വൈറ്റ് ക്രീമിലാണ് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തത്. അതിനുശേഷം ഒരു ഡ്രോപ്പ് പിങ്ക് കളർ കേട്ടോ സ്പാച്ചിലോയിലൊന്ന് ടച്ച് ചെയ്തിട്ട് അതൊന്ന് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് ഒരു വീവ് ഡിസൈനാണ് കൊടുത്തത്. അതിനുശേഷം ക്യൂട്ടായിട്ടുള്ളൊരു മോക്ക് വേണ്ടിയിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ഗേളിനെയാണ് വെച്ചത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു പിങ്ക് കുറച്ച് ബട്ടർഫ്ലൈയും കട്ട് ചെയ്ത് കുറച്ച് ഫോക്സ് ബോളും ടോപ്പറും വെച്ചാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.